മോനിട്ടോ ഇവിടെ നിക്ക്. അവിടെ നിക്ക് ടോമേ. എന്തിനിപ്പൊ നിന്നിട്ട് എന്തിന്? വാ ചുമ്മാ ചെറിയ പ്രശ്നം വലുതാക്കലേ. വാ ചെറിയ അയ്യോ ഒരു പ്രശ്നത്തിനും ഇല്ലേ, ഞാൻ മണ്ടായി. അപ്പൊ ഞാൻ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കണം? എന്തോന്നേ നിങ്ങൾ തമ്മിൽ വീണ്ടും പഴക്കായ? അയ്യോ ഞാൻ വഴക്കണൊന്നുമില്ല. വലിയ വലിയ മാഡത്തിന്റെ ഒക്കെ വായിന്ന് പറഞ്ഞായിട്ട് നമുക്ക് തൊലി ഉരിഞ്ഞു, അതുകൊണ്ട് പറഞ്ഞത്. എന്തോന്ന് പറഞ്ഞത്? ഞാൻ ഓഫീസിൽ വെച്ച് അറിയാതെ മണ്ടാന്ന് വിളിച്ചു പോയി. മണ്ടാന്ന് വിളിച്ചാലാണ് എത്ര വലിയ പ്രശ്നം. അങ്ങനെയാണ് ഈ പ്രശ്നം ഇപ്പോഴത്തെ തീരാൻ പോകുന്നില്ല. നല്ല അളിഞ്ഞ വിറ്റ് ആവശ്യമില്ലാത്ത സമയത്ത് അടിക്കല്ലേ കേട്ടാ. എന്റെ മോള് പറ കാര്യം എന്താ? മമ്മി ഓഫീസിൽ വെച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അത് ഓഫീസിൽ വെച്ച് തന്നെ തീർക്കണതാ. ടോം അത് വീട്ടിലോട്ട് വീണ്ടും കൊണ്ടുവന്നു. മോളാ പറഞ്ഞതിനാ ഓഫീസിലെ പ്രശ്നം ഓഫീസിൽ തീർക്കണം, ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. ആണോ? പപ്പ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോ, പപ്പ അണികൾ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ല നേതാക്കന്മാരെ കൂടെ നിൽക്കുമ്പോ മമ്മി മണ്ട എന്ന് വിളിച്ച പപ്പയ്ക്ക് എങ്ങനെ ഇരിക്കും? അങ്ങനെ വല്ല അവള് പറഞ്ഞ ഞാൻ അടിച്ചാൽ 36 പല്ല് ഞാൻ എടുത്താലും. എന്തോ എന്തെങ്കിലും പറഞ്ഞു നിങ്ങള്? അല്ല അങ്ങനെ പറഞ്ഞ അങ്ങനെയൊക്കെ ചെയ്യുന്നു. അടിച്ചു പല്ലു തള്ളിടുന്നു. ഇപ്പം ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളാണ് വഴക്കുണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ കേട്ടില്ലേ ഈ മനുഷ്യൻ പറഞ്ഞു എന്റെ പല്ലടിച്ച് താഴെ ഇടുന്നു. എന്റെ മമ്മി അത് കള പല്ലടിച്ച് താഴെ ഇടും. ഇത് ഞാൻ ഓഫീസിലെ ആ ഫ്രസ്ട്രേഷനും ടെൻഷനും കാരണം അറിയാതെ വായിന്ന് വന്നു പോയതാ. അത് ടോമിന് നല്ലതിനും കൊണ്ട് വേണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത്. അയ്യോ ഒരു കൂട്ടത്തിൽ വെച്ച് എന്നെ മണ്ടാന്ന് വിളിക്കണേ എന്റെ നന്മ. അല്ല നീ മണ്ടത്തരം കാണിച്ചവനെ മണ്ടാന്നല്ല എന്തോന്ന് വിളിക്കണം, സാറേന്ന് വിളിക്കണോ? അത് കൊള്ളാല്ല. ഞാനെന്തെങ്കിലും പറയുമ്പോഴേക്കും നിങ്ങൾ എന്റെ പല്ലടിച്ച് താഴെ ഇടുന്നു പറഞ്ഞു. ഇപ്പൊ എന്റെ കൊച്ചിന് ഒന്നും മിണ്ടാൻ പാടില്ല. മിണ്ടാൻ പാടില്ല. അല്ല ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. അത് അത്രേ ഞാനും പറഞ്ഞുള്ളൂ. ഞാൻ മാന്യനായ പപ്പയെ പോലെ പറഞ്ഞില്ല. എന്താന്ന് പറഞ്ഞില്ല? നിർത്തുവോ? നോക്ക് ഓഫീസിൽ കഴിഞ്ഞു വീട്ടിൽ വന്നാൽ നമ്മള് ഭാര്യയും ഭർത്താവും അങ്ങനെ ബിഹേവ് ചെയ്യും. അതെ അതെ അതാകുമ്പോ ഈ പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാവൂലല്ലോ ഓഫീസിലൊക്കെ. എടി കൊച്ചെ കുറച്ച് സമയം കൊടുക്ക്, അവന് സാരില്ല മാറിക്കോളും. പിന്നെ ഇനി എപ്പോഴാ മുക്കി പല്ല് വരുമ്പോഴാ മാറുന്നത്?